പണ്ടൊക്കെ വരുന്ന സൽക്കാരങ്ങൾക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എല്ലാ ചായക്കടകളിലും വീടുകളിലും സുലഭമായി തന്നെ ഉണ്ട് കേട്ടോ. ആരാന്നല്ലേ? നമ്മുടെ പൊരിച്ച പത്തിരി. അപ്പോൾ അതിനായി കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ഒന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പുട്ടുപൊടിയും 1 കപ്പ് നെയ്സ് പത്തിരിപ്പൊടിയും എടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സാക്കി വെച്ച തേങ്ങയുടെ ആ കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇനി നമുക്കൊരു അത്യാവശ്യം ക്വാണ്ടിറ്റി മാവ് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നല്ലപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പത്തിരിയാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു വണ്ണത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി എല്ലാ പത്തിരിയും അതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ചട്ടി വെച്ച് കൊടുത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ഒരു പത്തിരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ എല്ലാ വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട്ടുപത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.